എൻ്റെ തൊടിയിലെ പപ്പായ മരത്തിൽ നിന്നും ഒരു പപ്പായ പറിച്ച് ഞാൻ തോരൻ വയ്ക്കാൻ പോവുകയാണ്. ഒരു മരം കൊത്തി വന്ന് ഒരു പഴുത്ത പപ്പായ തിന്നുകയാണ്. എന്തായാലും അതിൻ്റെ ഭക്ഷണം ഞാൻ മുടക്കുന്നില്ല. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇതിന്ന് ഒരു വലിയ പപ്പായ പറിച്ച് തോരൻ വയ്ക്കാൻ പോകുന്നത്. മരം കൊത്തി പോകുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു മരത്തിൽ നിന്ന് ഒരു വലിയ പപ്പായ പറിക്കാൻ തീരുമാനിച്ചു. ഞാൻ നിറയെ പപ്പായ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഒരെണ്ണം പറിക്കാൻ തീരുമാനിച്ചു. സ്വാദിഷ്ടമായ പപ്പായ തോരൻ ഉണ്ടാക്കുന്നതിനായിട്ട് പപ്പായ നല്ലപോലെ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ പാലൊക്കെ കഴുകി കളഞ്ഞ് നല്ല വൃത്തിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുരു ഒക്കെ കളയണം. അതിൻ്റെ ഉള്ളൊന്ന് ചുരണ്ടി കളയുകയും വേണം. അതിനുശേഷം മുറിച്ചെടുത്തിട്ടുള്ളതാണ് ഇത്. നല്ലപോലെ കഴുകി വാരിയെടുത്തിട്ടുണ്ട്, കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം വേറെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കഴുകി ഊറ്റിയ വെള്ളം മാത്രം മതിയാകും. ചെറിയൊരു നനവ് മാത്രം മതിയാകും. ചതച്ച് എടുക്കാൻ വേണ്ടി അരമുറി തേങ്ങ ഇങ്ങനെ ചിരവി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 4 പച്ചമുളക് കഴുകിയെടുത്തതും. ഇത് നമുക്ക് അവിയലിനെ ചതയ്ക്കും പോലെ ഒന്ന് ചതച്ചെടുക്കണം. കുറച്ച് ചെറിയ ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ചുവട് കട്ടിയുള്ള ചീനച്ചട്ടി. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 4 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊന്നിങ്ങോട്ട് വാടി വരട്ടെ. തോരനായതുകൊണ്ട് വല്ലാതെ ഉള്ളി മൊരിഞ്ഞു വരേണ്ട ആവശ്യമില്ല. കരിയാനും പാടില്ല. ഏകദേശം ഈ ഒരു പരുവത്തിൽ വന്നാൽ മതിയാകും. ഇനി ഇതിലേക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള പപ്പായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഇത് നല്ല പോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. കുടഞ്ഞു വെച്ചാലും മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വല്ലാതെ ഇടരുത്, കാരണം പപ്പായയിൽ അങ്ങനെ ഉപ്പ് പിടിക്കില്ല. ഉപ്പിട്ട ശേഷം വീണ്ടും നമ്മളിത് ഇളക്കി കൊടുക്കണം. നല്ല പോലെ ഉപ്പ് എല്ലാ ഭാഗത്തും വരും വിധം ഇളക്കി കൊടുക്കണം. പപ്പായ ചേർത്ത് ഇതൊന്ന് കുടയുമ്പോഴും അല്ലെങ്കിൽ ഇളക്കി കൊടുക്കുമ്പോഴും തീ നല്ലപോലെ താഴ്ത്തി വെച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ഇത് അടിയിൽ കരിഞ്ഞു പിടിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി മൊരിച്ചെടുത്തു. പപ്പായ അതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തു. ഉപ്പും ഇട്ട് നല്ല പോലെ ഇളക്കി. ഇനി ഇത് അടച്ചു കൊടുക്കാം. അടച്ചു വെച്ചു. ഇനിയാണ് തീ കൂട്ടി കൊടുക്കേണ്ടത്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കണം. തേങ്ങയും മുളകും ചതച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ അടപ്പൊന്ന് തുറക്കാൻ പോവുകയാണ്. ഇനി ഒന്ന് തീ താത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പം നല്ല പോലെ പപ്പായ വെന്ത് വന്നിട്ടുണ്ട്. ആഹാ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരവും പച്ചമുളകും ഈ ഒരു പരുവത്തിൽ ചതച്ചെടുക്കണം. അരയാൻ പാടില്ല. അതിങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഈ തേങ്ങയും മുളകും എത്തും വിധം നമുക്കിത് ഇളക്കി കൊടുക്കാം. കുറഞ്ഞ തീയിൽ ഇത് കിടന്നാൽ മതി. തേങ്ങ ഒന്നും ഇങ്ങോട്ട് വെന്ത് വരുന്നത് വരെ നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. സ്വാദിഷ്ടമായ പപ്പായ തോരൻ റെഡിയായി കഴിഞ്ഞു. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. പപ്പായയുടെ ഔഷധ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ആഴ്ചയ്ക്ക് 2 ദിവസം പപ്പായ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ആരോഗ്യപ്രദമാണെന്ന് എടുത്തു പറയണം.
അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ല പ്രതിരോധ ശക്തിയും ലഭിക്കും, നമുക്ക് ആരോഗ്യവും ലഭിക്കും. ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് ചൂടാറിയ ശേഷം ഈ തോരൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ ഒരു തോരൻ ആഴ്ചയ്ക്ക് 2 തവണ കഴിക്കുകയാണെങ്കിൽ വിരശല്യം വരികയേയില്ല. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു തോരനാണ്. നമ്മുടെ തൊടിയിലൊക്കെ ഒരു പപ്പായ മരം വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകാനാണ് ഏറ്റവും നല്ലത്. ഒരു വാഴയിലയിൽ ചോറും തൈരും ഒപ്പം ഈ ഒരു തോരനും ഉണ്ടെങ്കിൽ വയറിന് നല്ല സുഖമായിരിക്കും. പ്രമേഹ രോഗികൾക്കും ഇത് ഉത്തമമാണ് കഴിക്കുന്നത്.